ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ബേക്കറിയിലെല്ലാം കിട്ടുന്ന ചിക്കൻ റോളില്ലേ, അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് അല്ലേ. അത് നല്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയാലോ. എങ്ങനെ ഉണ്ടാക്കി നോക്കാം. റെസിപ്പിയിലൊക്കെ പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലോട്ടേക്ക് പോകാം. എങ്ങനെ ഉണ്ടാക്കി നോക്കാം. ഒരു പാത്രത്തിലേക്ക് ഇളം ചൂടുള്ള 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂട് കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ വേണ്ടത് 3 ടീസ്പൂൺ പഞ്ചസാരയും 3/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആട്ടോ എടുത്തത്. ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ അതും എടുക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ വേറൊരു ബൗളിലേക്ക് 2 കപ്പ് 250 ml കപ്പിൽ 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മൈദപ്പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക. ഒലിവ് ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈസ്റ്റിൻ്റെ മിക്സ് ഇല്ലേ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അത് ഇതേപോലെ പൊന്തി വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ കറക്റ്റാണ്. ഇതേപോലെ പൊന്തി വന്നിട്ടില്ലെങ്കിൽ ഈസ്റ്റ് എക്സ്പയറി ഡേറ്റ് ആയിട്ടുണ്ട്, അത് പറ്റൂല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്താ പറയുക, കുഴച്ചിട്ട് കാര്യമില്ല, നമ്മളെ മാവ് പൊന്തി വരില്ല കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഈ സമയത്ത് പാലിൻ്റെ ആവശ്യം വരും. അപ്പോൾ ഇളം ചൂടുള്ള പാലിന് ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം എടുക്കരുത് കേട്ടോ. എന്നിട്ട് നല്ല പോലെ പ്രസ് ചെയ്ത് വലിച്ച് കുഴച്ചെടുക്കണം കേട്ടോ. ഭയങ്കര ലൂസായിട്ടില്ല, എന്നാൽ ഭയങ്കര കട്ടിയിലും കുഴക്കരുത്. ഒരു മീഡിയം സോഫ്റ്റ്നെസ്സിൽ കുഴച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ആ ബൗളിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് നമ്മൾ മാവ് അതിൽ വെച്ചിട്ട് മാവിൻ്റെ മേലെയും അടിഭാഗത്തും ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഒരു ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നനഞ്ഞ തുണിയോ എങ്ങനെ വേണമെങ്കിലും കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ കുറച്ച് സമയം പിടിക്കും, അല്ലെങ്കിൽ അല്ലാത്ത സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് പൊന്തി വരും കേട്ടോ. ഇനിയിപ്പോൾ ഇതാ അത് റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തേക്ക് ഞാനിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ഓയിലാട്ട്, ഇത് ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഫ്രൈ ചെയ്ത ചിക്കനാണ്. അതിലേക്ക് ആ സെയിം പാത്രം തന്നെ ആട്ടോ എടുത്തത്. ഓയിലൊന്നും മാറ്റി കൊടുത്തിട്ടില്ല. അപ്പോൾ ചിക്കന് നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ. അതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ വലിയ ജീരകയില്ല, അതിട്ടൊന്ന് പൊട്ടി വന്നാൽ 4 മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട്. എന്താ പറയുക, ചെറുതായോണ്ടാട്ടോ 4 എണ്ണം എടുത്തത്. അഥവാ വലുതാണെങ്കിൽ 3 എണ്ണമൊക്കെ മതി കേട്ടോ. ഉള്ളി ഒന്ന് വയന്ന് വന്നാൽ വല്ലാണ്ട് വാടി കൊയേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വയന്ന് വന്നാൽ മതി. അതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ഇല്ലേ, അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരു 1/2 ടീസ്പൂൺ തന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂണ് ചിക്കൻ മസാലപ്പൊടിയില്ലേ, അതാട്ടോ. ഞാൻ ചിക്കൻ വെച്ച് ചെയ്യുന്നതുകൊണ്ട് ചിക്കൻ മസാലപ്പൊടിയാണ് എടുത്തത്. ബീഫ് വെച്ചിട്ട് ഇത് ചെയ്യുക, അപ്പം നിങ്ങൾക്ക് മീറ്റ് മസാലപ്പൊടി എടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ല പോലെ മിക്സ് ചെയ്ത് പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് മിക്സിഡ് ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് ഉപ്പ് എരിവ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ മസാല ഭയങ്കര ഡ്രൈ ആയിട്ട് പോവരുത്. അഥവാ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ മസാല റെഡി ആയിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മളെ മാവ് ഇവിടെ നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ എയർ ബബിൾസൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ ഈ ഒരു അളവിൽ ഒരു 12 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത്ര വലുപ്പമുള്ള ബോൾസാട്ടോ എടുത്തത്.
അത് ഒന്നെടുക്കുമ്പോൾ മറ്റേതൊക്കെ കവർ ചെയ്തിട്ട് തന്നെ അവിടെ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഭയങ്കര തിന്നായിട്ടല്ല, എന്നാൽ ഭയങ്കര കട്ടിയായി പോവരുത് കേട്ടോ. അതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മസാലയില്ലേ അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അത്യാവശ്യം മസാല വെച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ 2 ടീസ്പൂണോളം മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ കേട്ടോ നമ്മൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ ഇതാ ഒരു ബൗളിൽ കുറച്ച് മൈദയും വെള്ളവും കൂടി ഒന്ന് മിക്സ് ചെയ്തതാണ്. അത് ഇതിൻ്റെ സൈഡിൽ കൂടിയാക്കിയിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. ഒട്ടി നിൽക്കേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നല്ല പോലെ പ്രസ് ചെയ്തിട്ട് റോൾ ചെയ്തെടുക്കുക കേട്ടോ. സൈഡ്സൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ട് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് ബേക്കറിയിലെല്ലാം കിട്ടുന്ന പോലെ ഒന്ന് സൈഡ്സൊക്കെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഉരുട്ടി കൊടുക്കൂലേ, അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഞാനൊരു ബൗളിലേക്ക് 2 മുട്ടയും കുറച്ച് ഉപ്പും കുരുമുളക് കൂട്ടും ഒന്ന് മിക്സ് ചെയ്ത് വെച്ചെടുത്തിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം മുട്ടയിൽ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ആദ്യം മുട്ടേൻ്റെ മിക്സിലൊന്ന് മുട്ടേൻ്റെ മിക്സിലൊന്ന് കോട്ട് ചെയ്യാം. എന്നതിന് ശേഷം ബ്രെഡ് ക്രംസിലിട്ടിട്ട് വീണ്ടും ഒന്നും കൂടി നല്ല പോലെ അത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് ഒന്ന് കോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ മുഴുവനായിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയ ഓയിലാട്ടോ. ഓയിലിൻ്റെ ചൂട് തീരെ കൂടി പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയ ഓയിലാണ്. എന്നിട്ട് നമുക്ക് ഓരോന്നിട്ട് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യുന്നേരം തീ കൂട്ടി വെക്കണ്ട, അങ്ങനെ തന്നെ മതി കേട്ടോ. ആ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് 2 സൈഡും തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ല പോലെ കുക്കായി വരണം കേട്ടോ. അപ്പോൾ ഈ ഒരു കളറായപ്പോൾ, ഇതേപോലെ ബ്രൗൺ കളറായപ്പോൾ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബേക്കറി സ്റ്റൈൽ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം കേട്ടോ.